പിന്നെ ഏട്ടാ അത് ഏട്ടന്റെ റെക്കോർഡിംഗ് എങ്ങനെ ഉണ്ടായിരുന്നു ലവ് ലൈഫ് കമ്പനിയില്? Oh, recording was really nice. In fact, second half was brilliant, too good. ഓ, സോ ഡിഡ് യു മീറ്റ് സമൺ സ്പെഷ്യൽ? Special? No, special ആയിട്ട് അങ്ങനെ ആരുമില്ല. ഇല്ല, ഐ മീൻ ജനറലി ഏട്ടന്റെ റെക്കോർഡിംഗ് നല്ലതാവുന്നത് ഏട്ടന്റെ കമ്പനി നല്ലതാവുമ്പോഴാ. ഏട്ടൻ ആരെങ്കിലും കണ്ടോ? ഏതെങ്കിലും പ്രത്യേകത എന്തെങ്കിലും ഉള്ള? ഒരു പ്രത്യേകതയില്ല. സെയിം ടു സെയിം. അവിടെ പ്രത്യേകതയുള്ള ആരെ കാണാൻ? ആരെങ്കിലും ഉണ്ടാവും, ഏതെങ്കിലും സ്റ്റാഫോ മറ്റോ? എല്ലാ സ്റ്റാഫും കൊള്ളാം, അങ്ങനെ പ്രത്യേകതയുള്ള ആരുമില്ല. How about Sarah? How is she treating you? മാനേജർ കുറച്ച് ബോറാണ്, പക്ഷെ സ്വീറ്റ് ആണ്. ഓഫീസ് നന്നായിട്ട് മാനേജ് ചെയ്യുന്നുണ്ട്, അതല്ല ഇമ്പോർട്ടന്റ്, റൈറ്റ്? Yeah. വേറെ ആരെങ്കിലും റെക്കോർഡിംഗ് ആളുകളോ അല്ലെങ്കിൽ ഓഫീസ് ബോയ്, സ്റ്റുഡിയോയിലുള്ളവര്, സ്റ്റുഡിയോ മാനേജർ, യുനോ? പുറത്തുകൂടെ നടന്നു പോയ എല്ലാവരും നല്ലവരായിരുന്നു. എന്താ ആലിയ എന്തൊക്കെ ചോദിക്കുന്നത്? ഓൾ ആർ നൈസ്. ആൻഡ് റിസപ്ഷനിസ്റ്റ്? നികിത, അവളുടെ കാര്യം സ്പെഷ്യലാണ്. ആക്ച്വലി അവൾ എന്റെ സ്പെഷ്യൽ ഫാനാണ്. ബാക്കിയുള്ളവരെ വെച്ച് നോക്കുമ്പോൾ ഒരു സ്പെഷ്യൽ. യുനോ, അവൾക്ക് എന്നെ കുറിച്ച് എല്ലാം അറിയാം. അവൾക്ക് എന്റെ ഫേവറേറ്റ് കോഫി ഉണ്ടാക്കാൻ അറിയാം. എന്റെ ഗിറ്റാറിന്റെ സ്ട്രിങ് വരെ മാറ്റി തന്നു. പിന്നെ അവളുടെ കണ്ണുകൾക്ക് മാജിക് ഉണ്ട്. നിനക്കറിയോ, ഞാൻ അവളുടെ കണ്ണിലോട്ട് നോക്കുമ്പോ ഞാൻ അവളിലോട്ട് അടുക്കുന്ന പോലെയാ തോന്നുന്നു. അവളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ എനിക്ക് ഇഷ്ടമാണ്. ഐ ഫീൽ റിയലി പോസിറ്റീവ് അറൗണ്ട്. ബി കെയർഫുൾ ഏട്ടാ, അവള് വേറെ ഒരു ഫാനാ. ഐ മീൻ അവൾക്ക് അധികം ഇമ്പോർട്ടൻസ് കൊടുത്ത ആളുകൾ ഓരോന്ന് പറയില്ലേ, പിന്നെ മീഡിയ അതിനെ പറഞ്ഞു വഷളാക്കും. ഐ നോ സ്റ്റാർ ആയതുകൊണ്ട് ആളുകളിൽ നിന്ന് കുറച്ച് അകലം പാലിക്കണോ? ആലിയ, ഞാൻ അവളെ ഇഗ്നോർ ചെയ്യണമെന്നൊക്കെ ചിന്തിക്കും, പക്ഷെ അടുത്ത് വരുമ്പോ ഉണ്ടല്ലോ, എനിക്കറിയില്ല, ഞാനങ്ങ് ചലബലാന്ന് സംസാരിച്ചു തുടങ്ങും. അവക്ക് എന്തോ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് ആലിയ. ഷീ ഈസ് ഡിഫറെന്റ്. ചിലപ്പോഴൊക്കെ ഫാൻസ് ഡിഫറെന്റ് ആവുമ്പോ ഡേഞ്ചറസും ആവാറുണ്ട് ഏട്ടാ. ഇപ്പൊ ഏട്ടനെ തന്നെ നോക്ക്, ഏട്ടൻ വളരെ ഇന്നസെന്റ് ആണ്, എന്തൊരു പാവം. ഏട്ടനെ ആരും മുതലെടുക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഇനി ചിലപ്പോ ഏട്ടൻ പറയുന്നതിന്റെ അർത്ഥം അവള് മറ്റൊരു രീതിയിൽ എടുത്താ പിന്നെ അതെങ്ങാനും ഇനി ഫ്യൂച്ചറിൽ മിസ്യൂസ് ചെയ്താലോ? അപ്പൊ എന്ത് ചെയ്യും? യെസ് ആലിയ, യു ആർ റൈറ്റ്. ഞാനതൊരു മൂവിയിലും കണ്ടിരുന്നു. ഒരു ഫാൻ അവളുടെ ഐഡിയൽ ആലോചിച്ച് പൊസസീവ് ആവുന്നു, അവൾ തന്നെ ശത്രുവായി മാറുന്നു. പിന്നെ അല്ല, നീ എന്തിനാ ടെൻഷൻ ആവുന്നത്? ഈ പാട്ടിന്റെ റെക്കോർഡിംഗ് കഴിഞ്ഞാൽ ഞാൻ അവളെയും കാണില്ല, അവൾ എന്നെയും കാണില്ല. പിന്നെ അവളെ കാണുമ്പോഴൊക്കെ പോസിറ്റീവ് ആണ് സംഭവിക്കുന്നെങ്കിൽ പിന്നെ അവളെ കാണുന്നതുകൊണ്ട് എന്താ കുഴപ്പം? ഏട്ടന് പോസിറ്റിവിറ്റി തോന്നുന്നുണ്ടാവാം, പക്ഷെ എനിക്ക് അപകടം മാത്രമാ തോന്നുന്നത്. ഇല്ല, ഞാൻ അതിന് അനുവദിക്കില്ല. ഏട്ടൻ ഒരു മിനിറ്റ് പോലും അവളെ കണ്ടുകൊണ്ടിരിക്കാനുള്ള സാഹചര്യം ഞാൻ ഒരുക്കില്ല. ഏട്ടൻ നല്ല ടയർഡ് ആയിട്ടുണ്ടാവും അല്ലെ? ഏട്ടൻ ഉറങ്ങിക്കോ, നമുക്ക് പിന്നീട് സംസാരിക്കാം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഓ മൈ ബലൂൺ, യു ആർ മൈ സ്വീറ്റി. ഓ മൈ ബലൂൺ, യു ആർ മൈ സ്വീറ്റി. ഏട്ടൻ ഇത് ഏത് പാട്ടാ പാടുന്നത്? അതോ, ഓ മൈ ബലൂൺ, യു ആർ മൈ സ്വീറ്റി. അത് ആക്ച്വലി എന്റെ പാട്ടിന്റെ ആദ്യത്തെ ലൈനാണ്. എന്താ, ക്യാച്ചിയല്ലേ? വളരെ നന്നായിട്ടുണ്ട്, പക്ഷെ ഈ വേർഡ് ബലൂൺ, ഐ ഡോണ്ട് നോ, അത് എന്റെ മനസ്സിൽ തോന്നിയത് ഞാൻ പാടി, അത്രേ ഉള്ളൂ. ആക്ച്വലി ഞാൻ തന്നെ സർപ്രൈസ്ഡ് ആണ് ഈ വേർഡ് എവിടെ നിന്ന് വന്നേന്ന് ഓർത്ത്. എവിടെ നിന്ന് വന്നിരുന്നാലും ഇത് വളരെ ക്യാച്ചി വേർഡല്ലേ. എനിക്കെന്തായാലും ഇഷ്ടമായി, എന്റെ ഫാൻസിനും ഇഷ്ടപ്പെടാതിരിക്കില്ല. വാട്ട് യു തിങ്ക്? ഓ മൈ ബലൂൺ, യു ആർ മൈ സ്വീറ്റി. Good night. Good night. Oh my balloon, you are my sweetie. You are my sweetie, sweetie. Sorry, ma'am. നീ അതിൽ നിന്ന് എടുത്ത് കഴിക്കേ. നീ ഇതുവരെ ഒന്നും എടുത്തില്ലല്ലോ. ഈ ജ്യൂസ് കുടിക്കേ. ഫോൺ ചെയ്യാതെ വന്നാൽ ഇതൊക്കെ കിട്ടൂ. ഇനി ഇത് കഴിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും കേട്ടോ. തീർച്ചയായും. പപ്പട് ഇവിടെയും കൂടി കൊടുക്ക്. അല്ല, നിങ്ങൾ എത്ര ദിവസം കൂടിയാ വന്നത്? നന്നായിട്ട് കഴിക്കൂന്നേ. ഇതൊക്കെ എടുത്ത് കഴിക്ക്. അതോർത്ത് വിഷമിക്കണ്ട, ഞങ്ങൾ ഇത് മുഴുവൻ കഴിച്ചോളാം. ബാക്കി വരുന്നത് ഞങ്ങൾ വീട്ടിൽ. അതെ അതെ, തീർച്ചയായും.
സർല, നീ ഇതുവരെ പായസം കൊണ്ടുവന്നില്ലേ? ആ അമ്മേ, പോയി എടുത്തോണ്ട് വാ, ഇപ്പൊ കൊണ്ടുവരാം. മറന്നിട്ടുമെന്തിനോ മനസ്സിൽ തുളുമ്പുന്നു നിന്നോട് പറയാൻ പാടില്ലാത്തതാണ്. നീ എന്റെ ഫാനായിട്ടല്ല എനിക്ക് തോന്നുന്നത്, ഭാര്യയായിട്ടാ. മറന്നിട്ടുമെന്തിനോ മനസ്സിൽ തുളുമ്പുന്നു മൗനാനുരാഗത്തിലോലഭാവം ഒഴിഞ്ഞിട്ടുമെന്തിനോ പൂക്കാൻ തുടങ്ങുന്നു പുലർമഞ്ഞു കാലത്തെ സ്നേഹതീരം പുലർമഞ്ഞു. കണ്ണാടി നീങ്ങിരി അങ്ങോട്ട്. കണ്ണാടിപ്പെട്ട് എനിക്ക് മനസ്സിലായി, പക്ഷെ ഈ കാറ്റാടി എന്താ? നീ എന്റെ ആരാ? മനസ്സിൽ തുളുമ്പുന്നു മൗനാനുരാഗത്തിലോലഭാവം. ആലിയ എന്നെ എന്തിനാ വിളിക്കുന്നത്? ഹലോ, മിസ് പ്രിയ ആദിത്യ, നീ അടുത്ത 2 മിനിറ്റിനുള്ളിൽ എന്നെ കാണാൻ വീടിന് പുറത്തേക്ക് വന്നില്ലെങ്കിൽ ഞാൻ എന്റെ വണ്ടിയിൽ നിന്നിറങ്ങി നേരെ നിന്റെ വീട്ടിലേക്ക് വരും. എന്തിനാ വന്നത്? ഓ, ഇപ്പോഴും ആക്ട് ചെയ്യാണോ? അതും എന്റെ മുന്നില്? കൊള്ളാം. നിന്റെ ഈ ആക്ടിങ്ങിന് ഉറപ്പായിട്ടും ഒരു അവാർഡ് തന്നേ പറ്റൂ. എന്തിനാ നീ ഇതൊക്കെ ചെയ്യുന്നേ? നിനക്ക് എന്താ വേണ്ടത്? ചിലപ്പോ നിനക്ക് ഡോക്ടർ പറഞ്ഞതൊന്നും മനസ്സിലായിട്ടുണ്ടാവില്ല. ഏട്ടനോട് ഇപ്പൊ പഴയ കാര്യങ്ങളെക്കുറിച്ചോ ഏതെങ്കിലും സാധനത്തെക്കുറിച്ചോ ഓർമ്മിപ്പിക്കുന്നത് അദ്ദേഹത്തിന്റെ ജീവന് തന്നെ അപകടമാണ്. അതോ അച്ഛമ്മ പറഞ്ഞ കാര്യം തന്നെ മറന്നുപോയോ? അച്ഛമ്മയുടെ ചെറുമകന്റെ ജീവന് വേണ്ടിട്ട് നീ ആ വീട്ടിൽ നിന്ന് അകന്നു കഴിയണമെന്ന് പറഞ്ഞത്? അതോ നിനക്കിതൊന്നും അറിയ പോലും വേണ്ടെന്നാണോ? ഈ കാര്യം എനിക്ക് അന്ന് തന്നെ മനസ്സിലായി. അതാ അച്ഛമ്മ പറഞ്ഞിട്ടും ആ വീട് വിട്ട് ഞാൻ ഇവിടെ വന്നത്. ഫാന്റാസ്റ്റിക്. വീട് വിട്ട് പ്രിയ, പക്ഷെ നീ എന്നാ എന്റെ ഏട്ടനെ വെറുതെ വിടുന്നത്? അതോ നീ നിന്റെ തലയിൽ ഓൾറെഡി ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണോ അബി നിന്റെ അല്ലെങ്കിൽ മറ്റാരുടെ ആവില്ലെന്ന്? അവന് ജീവിക്കാനുള്ള അവകാശം പോലും ഇല്ല. ഞാൻ ആ വീട് വിട്ട് വന്നതുകൊണ്ടോ അദ്ദേഹം എന്നെ മറന്നതുകൊണ്ടോ എന്റെ പ്രണയം ഒട്ടും കുറഞ്ഞിട്ടില്ല. ഞാൻ ഇപ്പോഴും അദ്ദേഹത്തെ സ്നേഹിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ജീവിതത്തെക്കാൾ വലുതായി എനിക്കൊന്നുമില്ല. പിന്നെ അദ്ദേഹത്തിന്റെ മുന്നിൽ എന്തിനാ വന്നത് പ്രിയ? ഏട്ടനെ എന്തിനാ കണ്ടത്? എന്തു പറ്റി ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുന്ന എന്തിനാ? നിനക്കെന്താ തോന്നിയത്? എനിക്കിതൊന്നും അറിയാൻ പറ്റില്ലെന്നോ? നീ എന്റെ പുറകിൽ നിന്ന് എന്ത് ചെയ്താലും എനിക്കൊരു ഐഡിയ ഉണ്ടാവില്ലെന്നോ? പ്രിയ പ്രിയ പ്രിയ, നീ വളരെ സ്മാർട്ടല്ലേ? നീ വിചാരിച്ചു നീ ഏട്ടന്റെ നിഴലായി നിന്നിട്ട് അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടാവുമെന്ന്. പിന്നിൽ നിന്നുകൊണ്ട് എല്ലാം കണ്ടുകൊണ്ടേയിരിക്കുമെന്ന്, എപ്പോഴും അദ്ദേഹത്തിന്റെ ഒപ്പം തന്നെ നിൽക്കാവുന്ന. എന്നിട്ടത് ആർക്കും തന്നെ അറിയാനും കഴിയില്ലെന്ന്. പിന്നെ ഒരു കാര്യം പറയും. ഇനിയുള്ള കാര്യം നീ പറയോ അതോ ഈ ഡ്രാമ നമ്മള് കണ്ടിന്യൂ ചെയ്യണം? നിനക്ക് എന്താ അറിയേണ്ടത്? നിന്റെ എല്ലാ പ്ലാനിങ്ങിനെ കുറിച്ചും എനിക്കറിയണം. എന്ന് വെച്ചാ നീ ഇനി എന്റെ ഏട്ടനെ വെച്ച് എന്തൊക്കെയാ പ്ലാൻ ചെയ്യുന്നത്? എന്ത് ഗെയിമാണ് നീ ഏട്ടനെ വെച്ച് കളിക്കുന്നതെന്ന്? ഗെയിം? ഒരുപാട് ഇന്നസെന്റ് ആണല്ലേ നീ. ഞാൻ പറയുന്ന കാര്യങ്ങൾ നിനക്ക് മനസ്സിലാവാറേ ഇല്ല. ശരി, ഞാൻ പറഞ്ഞുതരാം. ആദ്യം നീ എന്നോട് പറയും, നീ ഒരു ടീച്ചർ ആയിരുന്നിട്ട് റിസപ്ഷനിസ്റ്റിന്റെ ജോലി എന്തിനാ ചെയ്യുന്നത്? എനിക്കാണെങ്കിൽ മനസ്സിലാവുന്നേ ഇല്ല. ചിന്തിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാ എന്റെ ഏട്ടനുമായി കോൺട്രാക്ട് ഉള്ള അതേ കമ്പനിയിൽ തന്നെ നീ റിസപ്ഷനിസ്റ്റ് ആയത് എന്തിനാണെന്നോ?
ശരിക്കും നല്ല കാര്യമാണല്ലേ? എനിക്ക് തോന്നുന്നത് എന്താന്ന് വെച്ചാൽ കഴിഞ്ഞ ഒരു മാസം നീ ഏട്ടനിൽ നിന്ന് അകന്നു നിന്നു. പക്ഷെ നീ ചിന്തിക്കുകയായിരുന്നു, പ്ലാനിംഗ് നടത്തുകയായിരുന്നു. അദ്ദേഹം എവിടെയാ പോകുന്നത്, എന്താ ചെയ്യുന്നത്, ഏത് കമ്പനിയുമായി കോൺട്രാക്ട് സൈൻ ചെയ്യുകയാണ്, ഇല്ല, നീ നിഴലായിട്ട് അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു. എന്ന് വെച്ചാ നീ എത്ര നേരം കണ്ണടച്ചിരുന്നാലും അദ്ദേഹം എന്താ ചെയ്യുന്നതെന്ന് നിനക്ക് അറിയാൻ പറ്റും. അമേസിംഗ് ഡിയർ. എങ്ങനെ ഇതൊക്കെ ചെയ്യുന്നത്? ഓ, ബൈ ദ വേ, ഡേറ്റ്സ് കഴിക്കും. ഒരാളുടെ സ്വഭാവം എന്താണോ അതുപോലെ അയാൾ ചിന്തിക്കും. ആവശ്യമില്ലാത്ത ഈ പ്ലാനിങ്ങും പ്ലോട്ടിങ്ങും ഒക്കെ ചെയ്യുന്ന എന്റെ സ്വഭാവമല്ല, നിന്റെയാ. അദ്ദേഹവുമായി വേർപിരിഞ്ഞത് എന്റെ ഇഷ്ടത്തിനല്ല, അദ്ദേഹത്തെ കണ്ടതുപോലും എന്റെ ഇഷ്ടത്തിനല്ല. ഇതൊക്കെ സംഭവിച്ചത് ഈശ്വരൻ കാരണോ? ഇതിൽ അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ കഴിയില്ല, എനിക്കും. പക്ഷെ എനിക്കൊരുപാട് ചെയ്യാൻ കഴിയും. അതുകൊണ്ടാ ഞാൻ നിന്നെ കാണാൻ ഇവിടെ വന്നത്. കാരണം നീ എന്താ പ്ലാൻ ചെയ്യുന്നതെന്ന് മുൻകൂട്ടി അറിയാൻ വേണ്ടിട്ട്. എന്താന്ന് വെച്ചാൽ ഞാനുള്ളപ്പോഴുണ്ടല്ലോ നിനക്ക് എന്റെ ഏട്ടന്റെ അടുത്ത് പോലും വരാൻ പറ്റില്ല. ഞാൻ നിന്നോട് എത്ര തവണ പറഞ്ഞു, ഇതൊക്കെ യാദൃശ്ചികമായിട്ട് സംഭവിച്ചതാ, മനഃപൂർവ്വം ഞാനൊന്നും ചെയ്തിട്ടില്ല. ശരി, ഒരു തവണ സാഹചര്യമാണെന്ന് കരുതാം. പക്ഷെ ഒരു കാര്യം പറയട്ടെ, ആദ്യം ഉണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് ജസ്റ്റ് എ മിയർ കോഇൻസിഡൻസ്. ഫെയർ എനഫ്. രണ്ടാമത്തെ തവണയും ഐ ഗിവ് യു ബെനിഫിറ്റ് ഓഫ് ഡൗട്ട്, അതും സാഹചര്യം. വാട്ട് അബൌട്ട് ദ തേർഡ് ടൈം? മൂന്നാമത്തെ തവണയും അത് സാഹചര്യമായിരുന്നു. നിന്റെ മനസ്സിൽ ഒരു തവണ പോലും തോന്നിയില്ലേ അദ്ദേഹത്തിൽ നിന്ന് അകന്നു കഴിയണമെന്നും അദ്ദേഹത്തിന്റെ മുന്നിൽ വരരുതെന്നും? ഒരു തവണ തെറ്റ് സംഭവിക്കും പ്രിയ, പക്ഷെ വീണ്ടും വീണ്ടും തെറ്റ് സംഭവിക്കില്ല. ദാറ്റ്സ് കോൾഡ് പ്ലാനിങ്. അതുകൊണ്ടാണ് നീ എന്നെ അക്യൂസ് ചെയ്യുന്നത് എല്ലാ തവണയും. സോ ബേസിക്കലി അറിയാതെയാണ് നീ ഏട്ടനെ കണ്ടത്. പക്ഷെ അതിനുശേഷം നിനക്ക് വേണമെങ്കിൽ അദ്ദേഹത്തിൽ നിന്ന് അകന്നു കഴിയാമായിരുന്നു, പക്ഷെ നീ അത് ചെയ്തില്ല. സോ ഒരു പക്ഷേ നിന്റെ പ്ലാനിങ് പിടിക്കപ്പെട്ടില്ല, പക്ഷെ നിന്റെ കള്ളത്തരം എന്തായാലും പിടിക്കപ്പെട്ടു. ഇനിയെങ്കിലും നിനക്ക് എന്നോട് പറഞ്ഞൂടെ നീ എന്തിനാ ഇങ്ങനെ ചെയ്തെന്ന്? നീ എന്നെ ഓർമ്മിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. എനിക്ക് നന്നായിട്ടറിയാം ഡോക്ടർ എന്താണ് പറഞ്ഞിട്ടുള്ളതെന്ന്. പക്ഷെ ഞാൻ അദ്ദേഹത്തിന്റെ മുന്നിൽ പോയതിനു ശേഷമാണ് എനിക്ക് ചില കാര്യങ്ങൾ മനസ്സിലായത്. ഞാൻ അദ്ദേഹത്തിന്റെ മുന്നിൽ പോയിന്ന് വെച്ച് അദ്ദേഹത്തിന്റെ ആരോഗ്യത്തിനോ മനസ്സിനോ യാതൊരു പ്രശ്നവും ഉണ്ടാവില്ലെന്ന്. അപ്പൊ പിന്നെ ഞാൻ എന്തിനാ അദ്ദേഹത്തിൽ നിന്ന് അകന്നു നിൽക്കണം? ഒരവസരത്തിലും ഞാൻ ഈ സാഹചര്യം മുതലെടുക്കാൻ ശ്രമിച്ചിട്ടില്ല. ഞങ്ങൾ അപരിചിതരെ പോലെയാ കാണുന്നത്. ഞങ്ങൾ പരസ്പരം കണ്ടുമുട്ടുമ്പോ സന്തോഷം ലഭിക്കുന്നുണ്ട്. സോ ബേസിക്കലി നീ നിന്റെ സന്തോഷത്തിന് വേണ്ടി എന്റെ ഏട്ടന്റെ ജീവൻ അപകടത്തിലാക്കാൻ തയ്യാറാണ്. നീ എങ്ങനെയാ ടീച്ചറായത്? ഡോണ്ട് യു എവർ തിങ്ക് വാട്ട് യു ആർ സേയിങ്? നിന്റെ സന്തോഷത്തിന് വേണ്ടി നീ അദ്ദേഹത്തെ പോയി കണ്ടു. പക്ഷെ ബൈ ചാൻസ് അദ്ദേഹത്തിന് ആ കാര്യങ്ങൾ ഓർമ്മ വന്നാലോ, നിന്റെ വായിന്ന് എന്തെങ്കിലും വീണാലോ, എന്നിട്ട് അത് പിന്നെ ഏട്ടന്റെ മനസ്സിനെ വല്ലാതെ അഫക്ട് ചെയ്താലോ? അപ്പൊ അല്ലെങ്കിൽ ജസ്റ്റ് ഇമാജിൻ, നമ്മൾ ഇവിടെ നിൽക്കുകയാണ്, നിന്റെ അച്ഛമ്മയോ അമ്മയോ പുറത്തു വന്ന് എന്നെ കണ്ടിട്ട് പറഞ്ഞാലോ, ഐ മീൻ ഞാനാണെങ്കിൽ നീയുമായിട്ട് റിലേറ്റഡും ആയിരുന്നു, നീ എന്റെ ഏട്ടത്തിയായിരുന്നു. അത് മാത്രമല്ല നീയും ഏട്ടനും ഇനി എവിടെയെങ്കിലും നിൽക്കുകയാണെങ്കിൽ അവിടെ ആരെങ്കിലും വന്ന് പറയാണ്, അല്ല നിങ്ങൾ രണ്ടുപേരും ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരുന്നു എന്ന്. അപ്പൊ നീ ആലോചിച്ചു ഏട്ടന് എന്ത് സംഭവിക്കുമെന്ന്? ഏട്ടൻ അപ്പൊ ചിന്തിക്കില്ലേ ഇവരൊക്കെ എന്താ പറയുന്നതെന്ന്? അത് അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥയെ ബാധിക്കില്ലേ? അങ്ങനെ ഒരു ആപത്ത് വന്നിട്ടില്ല, വരാൻ അനുവദിക്കയില്ല. ഞാൻ ആദ്യത്തെ ദിവസം തന്നെ എന്റെ പേര് വരെ മാറ്റിയാ പറഞ്ഞ. ഓഫീസിൽ ഞങ്ങളെ കുറിച്ച് ആർക്കും അറിയില്ല, പുറത്ത് ഞങ്ങളെ കറങ്ങി നടക്കാറുമില്ല. അതുകൊണ്ട് നീ പറയുന്ന ഈ പേടിയുണ്ടല്ലോ, അത് എനിക്കില്ല. നിന്റെ മനസ്സിലുള്ള പേടി എന്താന്ന് എനിക്കറിയാം, എന്തുകൊണ്ടാ നീ ഇവിടെ വന്നതെന്നും. പേടി? ഏത് പേടി? എങ്ങനെയുള്ള പേടി? ഞാൻ ഇവിടെ പേടി കൊണ്ടൊന്നും അല്ല വന്നത്. എനിക്ക് എന്റെ ഏട്ടനെ കുറിച്ച് ചിന്തയുണ്ട്. ഞാൻ അദ്ദേഹത്തിന് വേണ്ടി ഇവിടെ വന്നത്. കാരണം നീ അദ്ദേഹത്തിന്റെ ലൈഫിലേക്ക് വരാതിരിക്കാൻ വേണ്ടി. നിനക്ക് നിന്റെ ചേട്ടനെ കുറിച്ചുള്ള പേടിയല്ല, നിന്റെ പേടി അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ഓർമ്മകൾ തിരിച്ചു കിട്ടിയാലോ എന്നാ. ആ കാര്യമല്ലേ നിന്നെ പേടിപ്പെടുത്തുന്നത്? അദ്ദേഹത്തിന് എല്ലാം ഓർമ്മ വന്നാലോ എന്ന്. You know what? Stop playing with my mind. നിന്റെ ഈ പ്ലാനിങ്ങും ഈ ഗെയിമും ഒന്നും എന്റെ അടുത്ത് നടക്കില്ല. കാരണം ഞാൻ ഏട്ടനെ പോലെയല്ല. പക്ഷെ എനിക്ക് എന്റെ ഏട്ടനെ കുറിച്ച് വളരെയധികം ചിന്തയുണ്ട്. അതുകൊണ്ടാണ് നിന്നിൽ നിന്ന് അകന്നു നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നത്. ഇതേ ചിന്തയുടെ കാര്യം പറഞ്ഞ തനു ഒരിക്കൽ എന്നെ അദ്ദേഹത്തിന് അകറ്റിയത്. പക്ഷെ ഇനി ഞാൻ ആരും പറയുന്ന കേൾക്കില്ല, പ്രത്യേകിച്ച് നീ പറയുന്ന വാക്കുകൾ. കാരണം എനിക്ക് നിന്നെ നന്നായിട്ടറിയാം. എനിക്കറിയാം ഇന്ന് നീ ഇവിടെ എന്തിനാ വന്നെന്ന്. നിനക്ക് ആ സത്യങ്ങളെല്ലാം തന്നെ അറിയാം. നിനക്ക് നിന്റെ ഏട്ടനെ എന്നിൽ നിന്ന് അകറ്റാൻ കഴിയില്ല. ഞങ്ങൾ രണ്ടുപേർക്കും ഇടയിൽ എന്തോ ഉണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ഒരിക്കലും പിരിയാത്തത്. ഞങ്ങൾക്കിടയിൽ എന്തോ ഒരു ശക്തി പ്രവർത്തിക്കുന്നുണ്ട്. അത്
അതാ ഞങ്ങളെ തമ്മിൽ ചേർത്ത് നിർത്തുന്നത്. നീ പേടിക്കുന്നത് എന്നെ കാണുമ്പോൾ അദ്ദേഹത്തിന്റെ ഓർമ്മകൾ തിരികെ കിട്ടുമെന്നാ. അപ്പോൾ അദ്ദേഹത്തിന്റെ ആക്സിഡന്റ് സംഭവിച്ചത് നീയും തനുവും കാരണമാണെന്ന് മനസ്സിലാവില്ലേ? പിന്നെ നിന്റെ അവസ്ഥ എന്താവും? നോക്കൂ, ഞാൻ അദ്ദേഹത്തിന്റെ മുന്നിൽ പോയാൽ എനിക്ക് ഒരു കുഴപ്പവും സംഭവിക്കാനില്ല. പക്ഷെ നിന്റെ കാര്യം അങ്ങനെയല്ല. ഞാൻ ഇനിയും അദ്ദേഹത്തെ കാണും. നിന്റെ ഒരു പ്ലാനിങ്ങും പൂർത്തിയാക്കാൻ ഞാൻ സമ്മതിക്കില്ല. നിനക്കും അത് നന്നായിട്ട് അറിയാം. ഇനിയും നീ ഇത് തന്നെ കാണും. ഞങ്ങൾ എപ്പോഴും കൂടെ ഉണ്ടായിരിക്കും. ആദ്യം പരസ്പരം വെറുത്തിരുന്നപ്പോ കൂടി ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. ഭാര്യയും ഭർത്താവുമായിരുന്നപ്പോഴും ഇപ്പോൾ അപരിചിതരായിരിക്കുമ്പോഴും ഞങ്ങൾ ഒരുമിച്ച് തന്നെയാണ്. എന്നെങ്കിലും അദ്ദേഹത്തിന്റെ ഓർമ്മകൾ തിരികെ ലഭിക്കും. ഇനി വന്നില്ലെങ്കിലും സ്വന്തം ഹൃദയം പറയുന്നത് അദ്ദേഹം കേൾക്കും. അദ്ദേഹം ഇപ്പോഴും എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് ആ ഹൃദയം പറയും.